കൂടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും അമ്മോസാക്കാന്റെ കൂടെ അടുത്ത പള്ളിയിൽ പോയി. ഏശിയും മകരിവും തറാബിയും ഒക്കെ കഴിഞ്ഞ് അങ്ങനെ അവിടുന്ന് തിരിച്ച് അമ്മായിന്റെ വീട്ടിൽ വന്ന സമയത്ത് അമ്മായിന്റെ കഴിഞ്ഞിട്ടില്ല. അമ്മായി മരിച്ചിട്ടില്ല. എടാ അമ്മായിന്റെ സൽക്കാരം കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ അന്ന് പോരുന്നില്ല. നിസ്കാരം കഴിഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പോഴേക്ക് അമ്മായിന്റെ വക ഒരു കഞ്ഞി, സാധാരണ കഞ്ഞിയല്ല, അമ്മായി കഞ്ഞി എന്ന് പറഞ്ഞാൽ അതൊരു കഞ്ഞിയാണ്. വളരെ മനോഹരമായ ടൈൽസ് അല്ലേ? അതെ അതെ. താൻ ചോദിക്കേ ഈ ടൈൽസ് എവിടുന്നാണ്? നമ്മുടെ വീടിന് തന്നെ മതി. എന്താ ഒരു ചർച്ച? ഈ ടൈൽസിനെ കുറിച്ചാ? വളരെ നന്നായിരിക്കുന്നു, നല്ല ഫിനിഷിംഗും. ഇത് എവിടുന്നാ? ഫാൽക്കൺ സെറാമിക്സിൽ നിന്നും. ഫാൽക്കൺ സെറാമിക്സ് വിവിധ വർണ്ണങ്ങളിലും ഡിസൈനുകളിലുമുള്ള സെറാമിക്സ് ടൈൽസുകളുടെയും പ്രശസ്ത കമ്പനികളുടെ സാനിറ്ററി ഐറ്റംസുകളുടെ വൻ ശേഖരവും കൂടാതെ വാർമുറ ടൈൽസിന്റെ മൊത്ത വിതരണക്കാരും കൂടിയാണ് ഫാൽക്കൺ സെറാമിക്സ്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ വീടിനും ഫാൽക്കൺ സെറാമിക്സിൽ നിന്നുമുള്ള ടൈൽസ് മതിയെന്ന് ഞങ്ങളും തീരുമാനിച്ചു കഴിഞ്ഞു. ഫാൽക്കൺ സെറാമിക്സ്, NH റോഡ്, വെന്നിയൂർ, കോട്ടക്കൽ. അതിൽ പറഞ്ഞിട്ട് ജീവിതത്തിൽ കണ്ടതില്ല ജീരകത്തിൽ കഞ്ഞി നല്ല, ജീവിതത്തിൽ കണ്ടതില്ല ജീരകത്തിൽ കഞ്ഞി നല്ല, ചീരവറവിന്റെ രസം മീൻ പൊരിച്ചത് അതിവിശേഷം, ചീരവറവിന്റെ രസം മീൻ പൊരിച്ചത് അതിവിശേഷം, ഇവകളമ്മായി രസത്തിൽ വെച്ചിട്ട് തിരിശപ്പൂമോല സദസ്സിൽ വെച്ചിട്ട് കുടിക്കും കഞ്ഞി കുടിക്കും കഞ്ഞി കുടിക്കും പറഞ്ഞുകൊണ്ട് പറന്ന് നോമ്പ് തുറപ്പിക്കുന്ന പൊന്നമ്മായി നമ്മളെ നല്ല അമ്മായി, അമ്മായി വെച്ച് തീരുന്നോരുത്തി ആരംഭമായ മരുമോനിക്ക് അയൽവക്കാരെ വിളിപ്പിക്കുന്നേ, ആശയിൽ നോമ്പ് തുറപ്പിക്കുന്നേ. കുടിച്ച് കഞ്ഞിന്റെ ഊക്കൊണ്ട് ഞങ്ങളൊക്കെ വിയർത്തൊലിച്ച് എല്ലാരും ക്ഷീണിച്ച് ഞങ്ങളെല്ലാരും സോന ഹിന്ദിയാണ്, മലയാളത്തിലേക്ക് പറഞ്ഞാൽ ഉറങ്ങിപ്പോയി. ശരി. പക്ഷേ ഞങ്ങളെല്ലാരും കിടന്നുറങ്ങിയെങ്കിലും കൂടി എന്റെ അമ്മായി മാത്രം ഉറങ്ങിയിട്ടില്ല. അമ്മായി ഉണ്ടാക്കുകയാണ്. എന്തുണ്ടാക്കണ റമദാൻ മാസത്തിൽ?
എടാ അത്താഴച്ചോറിനുള്ള വിഭവങ്ങൾ ഒരുക്കുകയാണ്. വീട്ടിൽ നോ സർവന്റ്, വേലക്കാരൊന്നുമില്ല. ശരി. അമ്മായി തന്നെ പെടാപ്പാട് പെട്ടുണ്ടാക്കുക. അങ്ങനെ പലഹാരങ്ങൾ ഓരോന്നോരോന്നുണ്ടാക്കല്ല, പലഹാരങ്ങളല്ല, അത്താഴച്ചോറിനുള്ള വിഭവങ്ങൾ ഒരുക്കുമ്പോ പെട്ടെന്ന് അമ്മായിന്റെ ചെവിയിലേക്ക് ഒരു ശബ്ദം. അമ്മായി ആകെ പേടിച്ച് നല്ല അടുക്കളയിൽ നിന്ന് അമ്മായി അമ്മോശം കാക്ക കിടക്കണ ആ സ്ഥലത്ത് കൂടി അമ്മോശാക്ക കിടക്കണ റൂമിൽ ചെന്ന് അമ്മോശാക്കാൻ അങ്ങനെ ഉരുട്ടുക. അമ്മോശാക്കാൻ ഉരുട്ടുക എന്ന് പറഞ്ഞാൽ മനസ്സിലായ വിളിക്കല്ലേ? വിളിക്കാന്ന് പറഞ്ഞാൽ സാധാരണ പെണ്ണുങ്ങള് രാത്രി ഉറങ്ങിക്കിടക്കണ ആണുങ്ങളെ വിളിച്ചോണത്തിന് ഇല്ല. നേരം വെളുക്കാൻ കാലത്ത് നേരം വെളുത്ത് 5, 6, 7 മണിയായിട്ടും ചില ആൾക്കാർ എണീക്കൂല. സൂര്യൻ വന്നുകാണ്ട് ഇവിടെ ഉച്ചാലും ചിലവര് എണീക്കാൻ മടിച്ചിങ്ങനെ കിടക്കും. അപ്പൊ ഈ പെണ്ണുങ്ങൾ വന്നിട്ട് പൊറാട്ടക്ക് മാവ് വയ്ക്കണമായത് ഒരു ഉരുട്ടലാണ്. നോക്കി നിങ്ങൾ എണീക്കണില്ലേ? നേരം വെളുത്തിക്കണ്, പണിക്കുണ്ടേ, എണീക്കണില്ലേ? അപ്പൊ അങ്ങനെ മൂപ്പര് കിടന്നുറങ്ങണോടത്തുനിന്ന് ഇങ്ങനെ ഞെളിഞ്ഞു വിരിഞ്ഞു, എല്ലാം വെളുത്തോ? നേരം വെളുത്തിക്കണ് പണിക്കുണ്ടേന്ന് ചോദിച്ചാ പിന്നെ അവിടെ എന്താ ഒരു നല്ലോം വെളുക്കല്? ശരിയാ. അല്ല, ക്ഷീണം കൊണ്ടാണേ. സാധുക്കള് രാപ്പകല അധ്വാനല്ലേ. ആണുങ്ങളെ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോ എന്ന് പറഞ്ഞ മാതിരി എന്റെ അമ്മായി ഓടിച്ചെന്ന് അമ്മോശാക്കാന്റെ അടുത്ത് എന്നിട്ട് അമ്മോശാക്കാൻ അങ്ങനെ ഉരുട്ടി വിളിച്ചു. നോക്കി നിങ്ങളെങ്ങാനും ഇപ്പൊ അവിടുന്ന് ഉറക്കത്തില് ആക്കിയോ? ശരി. അമ്മോശനാകെ നോമ്പ് വെച്ച് ക്ഷീണിച്ച് അവൻ തളർന്ന് കിടക്കുക. മൂപ്പർക്ക് അങ്ങോട്ട് ചൂടായി. അപ്പൊ ഇവിടെ 60 മാസമായിട്ട് ഇവിടെ ഓക്കാൻ നിക്കല്ലേ ഉറക്കത്തില്, പോവലാലേ ഓടുന്നു. അയില് മൂപ്പര് പിന്നെ പാരെ ഉറക്കത്തില് ആക്കിയത് പടച്ചോനെ, ഇനിയിപ്പൊ നമ്മളെ പുതിയാപ്പിളെങ്ങാനും ഉറക്കത്തില് ആക്കിക്കണോന്നാവോ? അമ്മായിന്റെ ഡൗട്ട്. ശരി. അതിൽ എന്റെ അടുത്ത് വന്നു, പുതിയാപ്പിള നിങ്ങളെങ്ങാനും ഇവിടെ നിന്ന് ഉറക്കത്തില് ആക്കിയോ? ഞാൻ പറഞ്ഞു, എന്താ മായി എങ്ങക്ക് ഈ 50 ആളെ ഇട്ട് വന്നുകാണ്ട് ഞാൻ ഇവിടുന്ന് ഇപ്പൊ ഉറക്കത്തില് ആക്കൂല, നിങ്ങക്ക് അറിയില്ലേ? പിന്നെ പറഞ്ഞിപ്പോ മോളറ്റ ആക്കിയോന്നാവോ? മോളെ വിളിച്ച്, എങ്ങാനും ഉറക്കത്തില് ആക്കിയോ? ഇതെത്താ മങ്ങക്ക്, ഞാൻ ഇവിടുന്ന് ഉറക്കത്തില് ആക്കിയിട്ടൊന്നുമില്ല. ശരി. ഇല്ല, മോശം അങ്ങോട്ട് ചൂടായി. മൂപ്പർക്ക് ദേഷ്യം പിടിച്ചാ പിന്നെ മൂപ്പരെ പിടിച്ചാ കിട്ടൂല. മൂപ്പര് എണീറ്റിട്ട് പറഞ്ഞു, ഞാൻ ഉറക്കത്തിൽ ആക്കിയില്ല, എന്റെ മരുമോൻ ഉറക്കത്തിൽ ആക്കിയില്ല, എന്റെ മോൾ ഉറക്കത്തിൽ ആക്കിയില്ല, എന്റെ ഭാര്യ ഉറക്കത്തിൽ ആക്കിയില്ല, പിന്നെ ഞാനാണ് ഉറക്കത്തിൽ ആക്കിയെന്ന് ചോദിച്ചു. ഭയങ്കര ഒച്ചപ്പാട്. അതില് ഒച്ചയും വെള്ളം കേട്ട് എന്റെ സുഹൃത്തുക്കളൊക്കെ ഓടി എണീറ്റ്, എന്താണ്ട് അമ്മോശാക്ക ഇളകിയോന്ന് പറഞ്ഞു. അമ്മോശാക്ക ദേഷ്യം വന്നാണ്, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. അതില് ഞങ്ങളെല്ലാം കൂടി ഒരു പാട്ടവിളക്കൊക്കെ കത്തിച്ച് അമ്മായിന്റെ വളപ്പ് കൂടെ ആകെ തെരഞ്ഞു. എന്താണ് ഈ ശബ്ദം കേട്ട് എവിടുന്നാന്ന് മനസ്സിലാവണ്ടേ? ലാസ്റ്റ് മനസ്സിലായി. നമ്മളെ ഭാര്യ വീടിന്റെ അയലോകത്ത് ഗോപാലൻ എന്ന് പറഞ്ഞിട്ടൊരു പാൽ കച്ചവടക്കാരുണ്ട്. ഈ ഹംക്ക് പാലൊക്കെ റെഡിക്ക് കറന്നുകാണ്ട് വെള്ളം കൂട്ടി വിറ്റ് വലിയ പൈസക്കാരനയക്കണ്. പക്ഷെ പശുക്കൾക്ക് ശരിക്കും തിന്നാൻ കൊടുക്കൂല. അപ്പൊ അതിനൊരു പശുക്കുട്ടി രാത്രി കയററുത്ത് വന്നുകാണ്ട് എന്റെ ഭാര്യ വീട്ടിന്റെ വളപ്പ് കടന്നതാ. മൂപ്പരിങ്ങനെ നടന്നപ്പോ തിന്നാനൊന്നും കണ്ടില്ല, നല്ല നിലാവും ഉണ്ട്. അതിലിങ്ങനെ ഒരു വാഴന്റെ പട്ട ഇങ്ങനെ മോളിന്ന് ഒടിഞ്ഞ് തൂങ്ങി ഇങ്ങനെ നിക്കണ്ട്. അത് കടിക്കാൻ വേണ്ടിയാണ് മൂപ്പരിങ്ങനെ ഏന്തി വലിഞ്ഞു വന്നപ്പോ ഈ ശബ്ദം ഉണ്ടായതാണ്. ഇതാണ് എന്റെ അമ്മായിന്റെ ചെവിയിൽ ഈ മുഴങ്ങിയ ശബ്ദം. അല്ല, ഞങ്ങളൊന്നും ഉറക്കത്തിൽ അന്ന് ആരും ആക്കിയിട്ടില്ല. മനസ്സിലായോ? സംഗതിയൊക്കെ മനസ്സിലായി. ഞങ്ങൾ വീണ്ടും കിടന്നുറങ്ങി. രാത്രി 2-2:30 മണിക്കാണ് അമ്മായിന്റെ ലാസ്റ്റ് കൊടുതി. അമ്മായി കൊടുക്കൂലേ? അമ്മായി അതോടുകൂടി ക്ലോസ് ആകുക എന്നല്ല അതിന്റെ അർത്ഥം. നോമ്പ് സൽക്കാരത്തിന്റെ ആധികാരികമായിട്ടുള്ള റിക്കാർഡിക്കലായിട്ടുള്ള സദ്യ അത്താഴച്ചോറാണ്. പിന്നെ എന്റെ ഭാര്യന്റെ മാതിരി നല്ല സ്നേഹമുള്ള പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ വെളുപ്പാൻ കാലത്ത് ഒരു 5-5:30 മണി സമയത്ത് ഭർത്താക്കന്മാരെ വിളിച്ചിട്ട് തുറക്കാൻ സമയത്ത് ഉണ്ടാക്കിയ പത്തിരിയൊക്കെ ഒന്ന് ചൂടാക്കി വെലച്ചക്ക് ഉണ്ടാക്കി അത്താഴച്ചോറിനുണ്ടാക്കിയ ചാറൊക്കെ ഒന്ന് ചൂടാക്കി ഗ്യാസ് അടുപ്പിൽ കുറച്ച് പുക പോകാതെ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി. ഗ്യാസ് അടുപ്പിൽ കട്ടൻ ചായ ഉണ്ടാക്കണ പിന്നെ ആരും അറിയില്ലല്ലോ. മെല്ലെ റൂമ് കൊടുന്നിട്ട് നോക്കി കുടിച്ചോളി,